ഹായ് ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം സുഖമല്ലേ എല്ലാവർക്കും. അപ്പം നമ്മൾ ഈദ് വ്ളോഗായിട്ടാണ് വന്നിട്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ തന്നെ ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ടാക്കാം, ഓക്കെ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്തേക്കും, രസമല്ലേ. അപ്പോൾ നമ്മൾ രാവിലെ ഒരു മോർണിംഗ് 3:30 ഒക്കെ ആയപ്പോൾ എണീറ്റിട്ടുണ്ടായിരുന്നു. കാരണം ഇവിടെ 4:50 ആകുമ്പോഴത്തേക്ക് നിസ്കാരം സ്റ്റാർട്ട് ചെയ്യും, നമ്മുടെ പെരുന്നാൾ നിസ്കാരം. സോ അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. സോ ഞാൻ അത് തന്നെ ഫ്രഷപ്പ് ആയതിനു ശേഷം അവരെ പോയി വിളിക്കാൻ നിന്നു. അതാണ് നമ്മുടെ മെയിൻ ടാസ്ക്. അവരെ വിളിച്ച് അവരെ സെറ്റപ്പ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ടാസ്ക് എന്ന് പറയുന്നത്. പിന്നെ പെട്ടെന്ന് തന്നെ ചടപ്പട എന്ന് വിചാരിച്ചിട്ട് എല്ലാം പെട്ടെന്ന് സെറ്റാക്കി. നമ്മൾ കുറച്ച് ഒരു 10 മിനിറ്റ് ലേറ്റ് ആയിരുന്നു, പക്ഷേ നമ്മളെല്ലാം പെട്ടെന്ന് തന്നെ പോയിട്ടോ. സോ നല്ല രസമുണ്ടായിരുന്നു ഈ ഒരു ഐ മീൻ ആ ഒരു എന്താ പറയുക, ആ ഒരു മോർണിംഗ് എന്താ പറയുക, ആ ഒരു വ്യൂ എന്ന് പറയില്ലേ നമ്മൾ കാറിൽ പോയിക്കൊണ്ടിരിക്കുന്ന സംഭവം കാണാൻ. പിന്നെ ഈ ബിൽഡിങ് ഞാൻ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താണ് കേട്ടോ. രസമല്ലേ കാണാൻ, അവരുടെ ഒരു പ്രത്യേക ഒരു ഷേപ്പും കാര്യങ്ങളൊക്കെ ആയിട്ടും അതുണ്ടാക്കിയ എഞ്ചിനീയർ എന്തായാലും അടിപൊളിയായിരിക്കും കേട്ടോ. സംഭവം നല്ല നൈസായിട്ടുണ്ട്, എനിക്കിഷ്ടപ്പെട്ടു. അതേപോലെ നമ്മൾ പോണ ഭാഗത്ത് കൂടെ ആ ഒരു ലെഫ്റ്റ് സൈഡ് ഉണ്ടല്ലോ, സോറി റൈറ്റ് സൈഡ്, നല്ല രസമുണ്ട് ആ കോർണിഷ്. ആ ഒരു ഭാഗം നോക്കിയിട്ട് ഒരുപാട് ബിൽഡിങ്സും അതിന് നടുവ് കൂടെ കടൽ പോലെ ഇങ്ങനെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. സോ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നിസ്കാരം തുടങ്ങി. നിസ്കരിക്കലൊക്കെ കഴിഞ്ഞ് നമുക്ക് ഉള്ളിലേക്കൊന്നും കയറാനുള്ള സ്പേസ് ഉണ്ടായിരുന്നില്ല. ഇത് ഖത്തറിലത്തെ ഏറ്റവും വലിയ പള്ളിയായിരുന്നു. അവിടേക്ക് നമ്മൾ പെരുന്നാൾ നിസ്കാരത്തിന് പോയത് കേട്ടോ. സോ അങ്ങനെ നിസ്കാരം കഴിഞ്ഞ് നമ്മൾ പുറത്തായിരുന്നു കേട്ടോ നിന്നിട്ടുണ്ടായിരുന്നത്. നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇത് പറക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞ് അവിടുന്ന് കുട്ടികൾക്ക് കുറേ മുട്ടായിയൊക്കെ കൊടുക്കും കേട്ടോ. അവിടുത്തെ കുട്ടികൾ തന്നെ. അതുപോലെ നമുക്കും മിഠായി കൊടുക്കാം. ഞങ്ങൾ മിഠായിയൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. സോ നമുക്ക് ഒരുപാട് മിഠായിസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുപാടൊന്നും ഇല്ലെങ്കിലും ഒരു 3-4 കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടം പോലെ കിട്ടും കേട്ടോ. നമ്മൾ നമ്മൾ നിൽക്കുന്ന നമ്മുടെ ചുറ്റുഭാഗത്തുള്ള ആൾക്കാരെങ്ങനെ അതിനനുസരിച്ചിട്ടിരിക്കും നമുക്ക് മിഠായി കിട്ടുന്നത് കേട്ടോ. സോ പോണ വഴിയിൽ ഇങ്ങനെ ഒരു കൊട്ട, ആരോ ഉപേക്ഷിച്ച് പോയ കൊട്ടയാണ്. സ്റ്റിൽ നല്ല അടിപൊളി കൊട്ടയാണെന്ന് തോന്നിയപ്പോൾ നമുക്ക് എന്തെങ്കിലും ക്രാഫ്റ്റ് വർക്കൊക്കെ ചെയ്യാനും യൂസ്ഫുൾ ആവുമല്ലോ. എന്തായാലും അത് അവർ കൊണ്ടുപോയി വേസ്റ്റൊക്കെ ഇടുള്ളൂ. സോ അപ്പോൾ ഞാനത് കണ്ടപ്പോൾ ഞാനത് എടുത്തു കേട്ടോ. അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് അവിടുന്ന് വീട്ടിൽ പോവാണ്. സോ ഇപ്പോൾ ഏകദേശം 7 മണിയൊക്കെ ആയിട്ടുണ്ട്. നല്ല വിശപ്പ് തുടങ്ങിയിട്ടുണ്ട്. സോ ഞാൻ എന്ത് ചെയ്തു, ടീ ടൈം പോയിട്ട് ഒരു സാൻഡ്വിച്ച് മേടിച്ച് കഴിച്ചു. 3 നേരം സാൻഡ്വിച്ചും അതുപോലെ ചായക്ക് ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെയായിരുന്നു കേട്ടോ. വേറെ കുക്ക് ചെയ്യാനൊന്നുമില്ല ബ്രേക്ക്ഫാസ്റ്റ്. സോ അങ്ങനെ അതൊക്കെ കുടിച്ചതിന് ശേഷം പിന്നെ ഇപ്പം എന്താ ഉണ്ടായി, പിന്നെ ഞാൻ അവിടുന്ന് പോന്നു നേരെ. പിന്നെ ഇതാണ് കേട്ടോ ഇക്കാൻ്റെ ഓഫീസ്. സോ അതൊന്ന് കാണിച്ചു തന്നു എനിക്ക്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. ഇത്രയും വലിയ ഓഫീസിലൊക്കെയാണല്ലേ വർക്ക് ചെയ്യുന്നത് എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒന്ന് പൊന്നിച്ച് വന്ന്. എന്താ പറയുക, അപ്പോൾ അതങ്ങനെയൊക്കെ കഴിഞ്ഞ് അങ്ങനെ നേരെ വീട്ടിലേക്ക് പോന്നു. വീട്ടിലെത്തി. വീട്ടിലെത്തിയതിന് ശേഷം നമ്മൾ എന്താ പറയുക, ഫുഡ് കുക്ക് ചെയ്യാനുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്യാൻ തുടങ്ങി കേട്ടോ. ഒരു ചിക്കൻ ബിരിയാണിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. സോ അതിലേക്കുള്ള കട്ടിങ്ങും അതുപോലെ എല്ലാ സംഭവങ്ങളൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ ദമ്മിടാൻ പോവുകയാണ്. ഏകദേശം ഒക്കെ സെറ്റായിട്ടുണ്ട്. ഇനി ദമ്മിട്ട് കഴിഞ്ഞിട്ട് ഒരു 1/2 കഴിഞ്ഞിട്ട് നമ്മൾക്ക് ചോറ് വിളമ്പാം. അതാണ് പരിപാടി. സോ അതിലേക്കുള്ള തേങ്ങ ചമ്മന്തി അതുപോലെ സാലഡ് എല്ലാ സംഭവങ്ങളും സെറ്റപ്പ് ചെയ്ത് കൊടുത്തു. പിന്നെ ലാസ്റ്റ് ഒരു ടച്ചപ്പിന് കുറച്ച് നെയ്യും കൂടി ഒഴിച്ചിട്ട് സെറ്റായി കൊടുത്താൽ അതും ഓക്കെ. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ, മറക്കണ്ട. ഓക്കെ. അപ്പോൾ ബിരിയാണിയൊക്കെ സെറ്റപ്പ് ചെയ്തിട്ട് തേങ്ങാ ചമ്മന്തി ഉണ്ടായിരുന്നു, സാലഡ് ഉണ്ടായിരുന്നു, പുളിയിഞ്ചി ഉണ്ടായിരുന്നു, അച്ചാറുണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് പപ്പടം കൂടി വന്നപ്പോൾ ഹാവൂ സമാധാനമായി. അപ്പോൾ നല്ല ചിക്കനൊക്കെ ഇട്ട് പിന്നെ ഞാൻ ഇതിൽ മുട്ടയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ പുഴുങ്ങിയ മുട്ട ഇട്ടിട്ട് ഇങ്ങനെ ബിരിയാണിയിലിട്ട് കഴിക്കാനും എനിക്കിഷ്ടമാണോ, എനിക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ്. നല്ല ടേസ്റ്റാണ്. സോ അങ്ങനെ പപ്പടം ഇതൊക്കെ പാടെ കുഴച്ചിട്ടൊരു പിടി പിടിച്ചാൽ സാറേ അടിപൊളിയായിരിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു സ്നാക്സ് പോലെ ഒരു എന്താ പറയുക ബക്വ നമ്മൾ ഇന്നലെ ഷോപ്പിൽ പോയപ്പോൾ കണ്ടപ്പോൾ മേടിച്ചതായിരുന്നു കേട്ടോ. ഇതിൻ്റെ പല ടൈപ്പ് വെറൈറ്റീസ് ഉണ്ടായിരുന്നു, പക്ഷെ അതിന് കുറച്ച് റേറ്റ് കൂടുതലായിരുന്നു. ഇതിന് കുറച്ച് കുറവ് കണ്ടപ്പോൾ ഓക്കെ പെരുന്നാളൊക്കെ അല്ലേ ഇതെടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇതെടുത്തതാണ് കേട്ടോ. സോ ഇത് നല്ല അടിപൊളി ടേസ്റ്റ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതിൻ്റെ ഫില്ലിങ്സ് എന്താണെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. ഐ മീൻ നട്ട്സൊക്കെ ഇടണമെന്ന് തോന്നുന്നു, പക്ഷെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ടായിരുന്നു. ഞാൻ ഇടയ്ക്ക് ഇത് വാങ്ങിച്ച് കഴിക്കാറുണ്ടായിരുന്നു പണ്ട്. അതിന് മുന്നേ ഖത്തറിൽ വന്ന സമയത്ത് ഞാൻ അത് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴും എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. സോ അങ്ങനെ അത് കഴിച്ചതിന് ശേഷം
ഇത് കുറച്ച് കഴിഞ്ഞിട്ടാട്ടോ അതൊക്കെ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ വീഡിയോസിൽ കാണുന്നത് മാത്രം. പക്ഷേ കുറച്ച് കഴിഞ്ഞിട്ടാണ്. ഓക്കെ. അപ്പോൾ ഐസ്ക്രീമൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ പുറത്ത് പോകാൻ നിൽക്കുകയാണ്. ഫ്രണ്ട്സൊക്കെ ആയിട്ട് ജസ്റ്റ് ഒരു ഇവിടെ ഫയർ വർക്ക് ഉണ്ടാവാറുണ്ട് രാത്രി 8:30 ആകുമ്പോൾ. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് വൈകിട്ട് ഞങ്ങളൊരു 4-5 മണിയായപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി. സോ കുട്ടീനെ സോപ്പിടാൻ വേണ്ടിയിട്ടാണ് ബാഗിൽ മിഠായി വെക്കുന്നത് കേട്ടോ. അവന് കുറച്ച് കഴിഞ്ഞാൽ ഇഷ്യൂസും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അവനെ ജസ്റ്റ് ഒന്ന് ചില്ലാക്കാൻ വേണ്ടിയിട്ട് ഒരു മിഠായും അതുപോലെ വെള്ളം ഒക്കെ നമ്മൾ ബാഗിൽ കരുതണം, അല്ലെങ്കിൽ ആകെ പ്രശ്നമാവും. അപ്പോൾ അതൊക്കെ സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിനി പോകാൻ പോവാണ്. സോ നമ്മൾ നമ്മൾ വണ്ടി മെട്രോ സ്റ്റേഷൻ്റെ അവിടെ പാർക്ക് ചെയ്തതിന് ശേഷം അവിടുന്ന് നമ്മൾ മെട്രോ എടുത്തിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സൊക്കെ അവിടുന്ന് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരെയും കൂട്ടിയിട്ട് നമ്മൾ മെട്രോ എടുത്തിട്ട് പോവാണ്. ഇവിടുത്തെ മെട്രോൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയാം? പ്രത്യേകത അല്ല, ഐ മീൻ ഫുൾ അണ്ടർഗ്രൗണ്ട് ആയിരിക്കും മെട്രോസൊക്കെ പോകുന്നത്. നമുക്ക് കാണാം വളരെ കുറച്ച് ചില ഭാഗങ്ങളിൽ മാത്രമേ ഉള്ളൂ നമുക്ക് മെട്രോ ഇങ്ങനെ പോകുന്നത് കാണാൻ പറ്റുള്ളൂ. ബാക്കിയൊക്കെ അധികം അണ്ടർഗ്രൗണ്ടിലൂടെ ആയിരിക്കും പോകുന്നുണ്ടാവുക. ഭയങ്കര ഒരു ശരിക്കും അതൊരു പേടിയല്ലേ? കാരണം പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാലൊക്കെ നമ്മൾ ഈ അണ്ടർഗ്രൗണ്ടിലൂടെ പോകുമ്പോൾ ശരിക്കും പേടിയല്ലേ? എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ ഇങ്ങോട്ടാ ഓടുക. മറ്റേത് പറയുമ്പോൾ നമുക്ക് പുറത്ത് നമുക്കെല്ലാം കാണുന്നുണ്ടല്ലോ. ഇവിടെ അങ്ങനെയല്ലല്ലോ, താഴെയാണല്ലോ. സോ ഭയങ്കര സംഭവം. ഈ എന്താ പറയുക, ഭൂമിയൊക്കെ തുരന്ന് കണ്ട് എത്ര പണിയെടുത്തിട്ടുണ്ടാവൂലേ അതൊക്കെ ചെയ്യാൻ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ മെട്രോയിൽ ഇറങ്ങിയതിന് ശേഷം നമ്മുടെ സ്പോട്ടിലെത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഒരുപാട് നടക്കാൻ കേട്ടോ വേറെക്കാർ. പക്ഷെ നമുക്ക് ഇതൊക്കെ ഇങ്ങനെ എൻജോയ് ചെയ്തിട്ട് അവിടുത്തെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ പോകുന്ന നല്ല രസമായിരുന്നു. ഫ്രണ്ട്സുമായിട്ടൊക്കെ നല്ലൊരു വൈബ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ വലിയ ബോറടിച്ചൊന്നും ചെയ്തില്ല. പക്ഷെ വൈകിട്ടായപ്പോഴത്തേക്കും കുറച്ചൊക്കെ എന്താ പറയുക, കാലൊക്കെ വേദനയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ അങ്ങനെ അതൊക്കെ കണ്ട് കുറച്ചൊരു 6 ഒക്കെ ആയപ്പോഴത്തേനും ഇരുട്ടാവാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ തന്നെ നല്ല പാർക്കും അതുപോലെ എന്താ പറയുക, അങ്ങനെ ഒരു അരുവിയൊക്കെ പോണ പോലെ ഒരു സംഭവമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഫോട്ടോസ് എടുക്കുകയായിരുന്നു. കല്ലുമ്മ കയറിയിട്ടും വെള്ളത്തിൽ കയറിയിട്ടും വെള്ളത്തിൻ്റെ ഉള്ളിൽ കൂടെ പോയിട്ടും ഒരുപാട് ഫോട്ടോസോടെ ഒരു ഫോട്ടോസ്. ഒരു ഫോട്ടോഷോപ്പായിരുന്നു ആയിക്കൂടെ നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു സ്പേസ് പോലും എന്താ പറയുക ഫ്രീ അല്ല, ഫുൾ എല്ലാ ആൾക്കാരും ഉണ്ട് അവിടെ. അതുപോലെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ അതിന് നേരെ ഓപ്പോസിറ്റ് ഇങ്ങനെ കുറച്ച് ടീ ടൈം ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ പോയിട്ട് ഇതൊരു സ്പെഷ്യൽ കോഫിയാണെന്നൊക്കെ പറഞ്ഞിട്ട് കുടിച്ചതാണ്. എന്തോ ഒരു എസ്പ്രസ്സോ അങ്ങനെ എന്തോ ഒരു പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല എന്താ പറയുക, കട്ടക്കയ്പ്പ് കാരണം കട്ടക്കയ്പ്പാണെന്നാണ് പറഞ്ഞത് കേട്ടോ. ഞാൻ കുടിച്ചു നോക്കിയില്ല, വെറുതെ എന്തിനാണ് വായ ചീത്തയാക്കുന്നത് വിചാരിച്ചിട്ട് ഞാൻ കുടിച്ചു നോക്കിയില്ല. 2-3 പേര് കഴിച്ചിട്ടുണ്ടായിരുന്നു. അവരൊക്കെ പറഞ്ഞു നല്ല അടിപൊളിയായിരുന്നു, എന്താ ഒരു വട്ടം ട്രൈ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആകെ ആ കപ്പിൽ ആകെ ഒരു തുള്ളി ഉള്ളൂ കേട്ടോ, ഒരു 2-3 സ്പൂണേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ അത് നല്ല കട്ടക്കയ്പ്പായിരിക്കും. അതിൻ്റെ മേലെ തന്നെ ചെറിയൊരു പീസ് കേക്കും അവർ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ കട്ടക്കയ്പ്പായിരിക്കുമല്ലോ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് കോഫി ഐ മീൻ കേക്ക് കഴിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം അത് അവിടെ വെച്ചിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് അവിടെ സൂപ്പർ മാർക്കറ്റിൽ കയറി. അവിടെ അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് സൂപ്പർ മാർക്കറ്റാണ് കേട്ടോ. സൂപ്പർ മാർക്കറ്റിൻ്റെ കാര്യം പറയുന്നുണ്ട് ഗൈസ്, എന്താണ് ഇത് സൂപ്പർ മാർക്കറ്റൊന്നും അല്ല, എന്തോ വേറെ ഏതോ ഒരു ലോകത്ത് പോയ പോലെ ആയിരുന്നു ഗൈസ്. മിഠായിയൊക്കെ വെച്ചത് കാണാം. ഫുൾ സൂപ്പർ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ചോക്ലേറ്റ്സ് അതുപോലെ എന്താ പറയുക ഡ്രിങ്ക്സ് അങ്ങനത്തെ ഐസ്ക്രീംസ് അങ്ങനത്തെ സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അല്ലാതെ നമ്മുടെ അരി പഞ്ചസാര അങ്ങനത്തെ സാധനങ്ങളൊന്നുമല്ല. ഫുൾ ബിസ്ക്കറ്റ്സ് ബ്രെഡ് അതുപോലെ അങ്ങനെ അപ്പം തന്നെ കഴിക്കാൻ പറ്റുന്ന സാധനങ്ങൾ ഉണ്ടാവില്ല, ചോക്ലേറ്റ്സ്. ഇതാണ് അതിൻ്റെ പുറം കണ്ടോ. ആ ബിൽഡിങ്ങിലാണ് നമ്മുടെ സൂപ്പർ മാർക്കറ്റ് എന്ന് പറയുന്നത്. സോ അങ്ങനത്തെ ഐറ്റംസും കാര്യങ്ങളും മാത്രമേ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അല്ലാതെ വേറെ കുറേ സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇവിടെ ഇൻറ്റീരിയൽ ഡിസൈനേഴ്സൊക്കെ അതുപോലെ ബിൽഡിങ്സിൻ്റെ ഒക്കെ ആ ഭംഗി ശരിക്കും ക്യാമറയിലൊന്നും കാണില്ല കേട്ടോ. ശരിക്കും അത് കാണാൻ നല്ല അടിപൊളിയാണ്. അങ്ങനെ നമ്മുടെ ആ സ്പോട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ കുറച്ച് നേരം വാട്ടർഫാൾസ് ഒക്കെ ഉണ്ടായിരുന്നു, പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം താഴത്തേക്ക് പോയപ്പോഴാണ് അറബികളുടെ അവരുടെ ട്രഡീഷണൽ ഒരു പ്രോഗ്രാംസ് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടതിന് ശേഷം രസമുണ്ടായിരുന്നു. അവരുടെ ആ ഒരു കോസ്റ്റ്യൂമും അതുപോലെ പാട്ടും അതുപോലെ വാളൊക്കെ വെച്ചിട്ടുള്ള ഇങ്ങനെ ഒരു ഡാൻസ്.
അതൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ അവിടുന്ന് മെല്ലെ സ്കൂട്ടാവാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം ഒരുപാട് നല്ല തിരക്കാവണതിന് മുന്നേ തന്നെ പോകാൻ വിചാരിച്ചു. കാരണം മെട്രോയിലാണല്ലോ നമ്മൾ പോകുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല എന്താ ക്രൗഡ് ഉണ്ടാവും. സോ അതുകൊണ്ട് തന്നെ നമ്മൾ മെല്ലെ മെല്ലെ നടന്നിട്ട് അങ്ങനെ എന്താ പറയുക മെട്രോ സ്റ്റേഷൻ അണ്ടർഗ്രൗണ്ട് ആണെന്ന് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ അണ്ടർഗ്രൗണ്ടിലേക്ക് പോവുകയാണ് ഗൈസ്. അങ്ങനെ അവിടെയൊക്കെ പോയതിന് ശേഷം നമ്മൾ ടിക്കറ്റ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ മെട്രോ കയറി. കുറച്ച് കഴിഞ്ഞപ്പോൾ മോൻ ഉറങ്ങി കേട്ടോ. അവനക്ക് ക്ഷീണം കൊണ്ട് അവൻ ഒരു ഭാഗത്ത് സെറ്റിലായി. അങ്ങനെ നമുക്ക് സീറ്റൊക്കെ കിട്ടി ലാസ്റ്റ്. നല്ല റഷായിരുന്നു. പിന്നെ കുറച്ച് ഇങ്ങനെ പോയി കിടന്നപ്പോൾ സീറ്റൊക്കെ കിട്ടി. പിന്നെ നമ്മൾ എന്തായാലും ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. കാരണം അത്യാവശ്യം നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഒരു 9:30 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു തോന്നുന്നു. അപ്പോൾ അങ്ങനെ ഫുഡ് കഴിച്ചു. നല്ല നെയ്ച്ചോറും ബീഫും അതുപോലെ പൊറാട്ടയും ചിക്കനും ഒക്കെ ആയിരുന്നുണ്ട് നമ്മുടെ ഫുഡ് രാത്രിക്കത്തെ. അപ്പോൾ അതൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ജസ്റ്റ് ഒന്ന് കുറച്ച് നേരമൊക്കെ സംസാരിച്ചിട്ട് എല്ലാവരും ഹായും ടാറ്റയും ബൈ സിയും ഒക്കെ പറഞ്ഞതിന് ശേഷം നമ്മൾ പിരിയാണ് ഗൈസ്. അങ്ങനെ ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സജഷൻസും കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ കാര്യങ്ങൾ. അപ്പോൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിലിപ്പോൾ നിങ്ങൾക്ക് വലിയ ചിലവൊന്നുമില്ലല്ലോ, ചെയ്തേക്ക് അത്ര തന്നെ. പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. പിന്നെ എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്യും, വായിക്കാമല്ലോ, ഒരു രസമല്ലേ. അപ്പം അത്രേ ഉള്ളൂ. ടാറ്റ ബൈ സീ യു.